പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവം, എല്ലാത്തിനും മാനുഷിക പരിഹാരമുണ്ട്, ദൈവിക പരിഹാരമുണ്ട്. അപ്പം നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. ഇപ്പം നമ്മൾ വിചാരിക്കാത്ത ഒരു പുതിയ പരിഹാരം ഒരു വിഷയത്തിന് വരുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വിവേചിക്കണം. അത് ദൈവമാണ് ഇടപെട്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കാത്ത ഒരു പരിഹാരം, നിങ്ങളുടെ ബുദ്ധിയിലില്ലാഞ്ഞ ഒരു പരിഹാരം പെട്ടെന്ന് ഈ വിഷയത്തിലേക്ക് വന്നു ചേരുമ്പോൾ, കാരണം ദൈവത്തിന് നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. അതായത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ ചുമ്മാ ഇവർക്ക് കൊണ്ടുവന്ന് വിസ കൊടുക്കണതൊക്കെ കാണാം. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. 12 ലക്ഷം ഏജൻസി 12 ലക്ഷമാണ് പറയുന്നത് വിസ. 12 ലക്ഷം. അവർ പറഞ്ഞ് കഷ്ടിമുട്ടി ഒരു വലിച്ച് പിടിപ്പിച്ച് വിറ്റും ചുട്ടുമൊക്കെ വഴി 8 ലക്ഷം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പോകാതിരിക്കാൻ പറ്റത്തില്ല, അത്രയും കടമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഫ്രീ വിസ. അതാണ് ഈ പിന്നിൽ നിന്നുള്ള സ്വരമെന്ന് പറയണത്. ദൈവിക പരിഹാരത്തിന് വേണ്ടി നോക്കി വാട്ട് ഇസ് മൈ പോയിൻറ്റ്? എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഈ ദൈവിക പരിഹാരം ഒരു പരിപാലനയുടെ പരിഹാരം ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങളും ദൈവമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കണം. റിലേഷനാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നിങ്ങൾ ഉണ്ടാക്കണം. അതൊരു പ്രശ്നാധിഷ്ഠിതമായ റിലേഷൻ ആകരുത്. കാരണം ദൈവത്തെ നിങ്ങളറിയാം. നിങ്ങൾ ഈ പ്രശ്നം കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് തിരിഞ്ഞു നോക്കത്തില്ലെന്നറിയാം. അത് റെക്ടിഫൈഡ് ചെയ്യണം. നിങ്ങൾക്ക് ദൈവമായിട്ട് ആ റിലേഷനിൽ വരാൻ പോകുന്ന ഡാമേജുകൾ ആദ്യമേ കയറി റെക്ടിഫൈ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ സ്വഭാവം ഉണ്ടല്ല, പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥനയുള്ളൂ, അല്ലെങ്കിൽ അവർ ടി വിയും കണ്ട മൊബൈലും കണ്ട കോമഡിയും കണ്ട് ഇളിച്ചൊക്കെ അങ്ങനെ ഇരുന്നുള്ളൂ, ഒരു പ്രശ്നമില്ല, ഭക്ഷണം കഴിച്ച് മറികിടന്ന് ഉറങ്ങും. അപ്പോൾ നിങ്ങൾ ദൈവത്തിന് അറിയാം, പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ദൈവത്തിന് മുമ്പിൽ വരത്തുള്ളൂ. ഇനി പ്രശ്നകാലം കഴിയുമ്പോൾ അവൻ പഴയ അവൻ്റെ വഴിയിൽ കഴിക്കും, ചുമ്മാ പിന്നെ പോകുന്നത്. അത് റെക്ടിഫൈ ചെയ്യണം. അപ്പം നേരത്തെ പറയണം, ദൈവമേ പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ വരണമല്ല, എൻ്റെ പ്രശ്നമില്ലാത്തൊരു കാലം വന്നാലും ഞാൻ നിൻ്റെ കൂടെ തന്നെയായിരിക്കും. അതൊരു നിലപാടാണ് ശരിക്കും. ഞാൻ ഈ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ വന്നത്, ഞാൻ സമ്മതിച്ചു. പക്ഷേ എനിക്ക് പ്രശ്നമില്ലാത്തൊരു കാലം തന്നാലും ഞാൻ നിൻ്റെ കൂടെ തന്നെയായിരിക്കും. ഇത് പ്രാർത്ഥിച്ചു, ദൈവമേ ഇപ്പോൾ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ ആശ്രയിക്കുന്നത്. പക്ഷേ എനിക്ക് പ്രശ്നമില്ലാത്തൊരു കാലം തന്നാലും ഇതിനേക്കാൾ തീഷ്ണമായി ഞാൻ നിന്റെ വഴികളിലെ സഞ്ചരിച്ചിരിക്കാം. ഇത് ഇതാണ് ഞാൻ ലൂപ്പുകൾ, ഇത് അടക്കണം. കാര്യം ദൈവത്തിനോട് കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ എല്ലാം അറിയാമല്ലോ, വരാൻ പോകുന്ന എല്ലാം അറിയാവുന്ന കാരണം നേരത്തെ തന്നെ. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഉടമ്പടി താമസിക്കുന്നതിൻ്റെ കാരണം അവർ ഉടമ്പടിയിലല്ല. ഉടമ്പടിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഉടമ്പടി സെറ്റാകത്തില്ല. അതിൻ്റെ കോമ്പോണൻസ് എല്ലാം കറക്റ്റാകാം. നിങ്ങൾ രോഗികളെ കാണുന്നുണ്ടോ, പിന്നെ പത്രം കൊടുക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, പ്രത്യക്ഷീകരണം, കോമ്പോണൻസ് എല്ലാം കറക്റ്റാകാം. പക്ഷേ ദൈവം ഈ സാധനം സെറ്റാകത്തില്ല. സെറ്റാകാത്ത കാരണം ഈ ഒരു കാലം കഴിഞ്ഞാൽ നിൻ്റെ വഴിയെ പോകുമെന്ന് ദൈവത്തിന് അറിയാം. അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ദൈവമായിട്ട് ടെമ്പററി റിലേഷൻസ് സാധ്യമല്ല. നിങ്ങൾക്ക് വേറെ ആരുമായിട്ട് വേണമെങ്കിലും ഒരു താൽക്കാലിക റിലേഷൻസ് ഓക്കെയാണ്, പക്ഷേ ദൈവമായിട്ട് ഒരു താൽക്കാലിക റിലേഷൻസ് ഓക്കെ അല്ല. കാര്യം ദൈവത്തിൻ്റെ റിലേഷൻസ് എല്ലാം ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കേണ്ടത്? യു മസ്റ്റ് ബി ഓൾസോ വിത്ത് മീ അൺ ടു ദി ലാസ്റ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. മത്തായി 28:20 യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു മോഡ് ഓഫ് റിലേഷൻ എന്താണ്? അന്ത്യം വരെയാണ്. ടെമ്പററി റിലേഷൻസ് ഇല്ല. അപ്പോൾ നമ്മളെ ബുദ്ധിയുള്ള മനുഷ്യർ എന്ത് ചെയ്യണം? ദൈവം പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട്. എന്താണ്? ലൈക്ക് വൈസ് ഐ ഓൾസോ പ്രീസപ്പോസ് that you will be with me unto the last. അതായത് എന്നെപ്പോലെ നീയും അന്ത്യം വരെ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ ധരിക്കുന്നു. ഇതാണ് വിഷയം. അതുകൊണ്ട് തന്നെ ദൈവമായ റിലേഷൻസ് ഒരു ശാശ്വത റിലേഷൻസ് ആക്കി മാറ്റാൻ നോക്കണം. കാര്യം ഈ സാന്നിധ്യം ശാശ്വതമായിട്ടാണ് പോണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സാന്നിധ്യം സന്തോഷവും തമ്മിൽ ബന്ധമുണ്ട്. സങ്കീർത്തനം 16:8 മുതൽ 11 വരെ.
കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. ക്ലിയർ പറഞ്ഞ കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിൽ ഉണ്ട്. അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എന്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എന്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലതുകൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ഇന്ന് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ സങ്കീർത്തനം വായിക്കൊക്കെ മനസ്സിലാകുന്നത് ഈ സന്തോഷം ദൈവം നൽകുന്നത് ശാശ്വതമായ സന്തോഷത്തെയാണ് ദൈവം ഉന്നം വെക്കണത്, ടെമ്പററി അല്ല. ഇപ്പോൾ ഒരു ബിയർ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന കിക്കും അത് കഴിഞ്ഞ് ആ കിക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ല ബോധ്യം ബോധം വരുമ്പോൾ കൂളായിട്ടിരിക്കണില്ലേ? ചില ആൾക്കാർ പിന്നെയും അടിക്കും. അങ്ങനെ ഉള്ള കൊച്ചു സന്തോഷം, കൊച്ചു കിക്കല്ല സംഭവം. ദൈവവുമായിട്ടുള്ള റിലേഷൻസ് ശാശ്വതമാണ്. അത് എവിടുന്നാണ് വരുന്നത്? സാന്നിധ്യത്തിൽ നിന്നാണ് വരുന്നത്. ശാശ്വതമായ സാന്നിധ്യത്തിൻ്റെ സമ്പൂർണ്ണ ബലമെന്ന് പറയുന്നത് ആ സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമ്മുടെ സന്തോഷത്തിൻ്റെ അവിടെ അങ്ങനെ ഒരു ബൈബിൾ അങ്ങനെ വചനമുണ്ട് അല്ലേ, 16:11 എന്താ പറയണത്? അതായത് അങ്ങയുടെ തിരുസന്നിധി സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ട്. സന്തോഷത്തിൻ്റെ പൂർണ്ണത എങ്ങനെയാണ്? നീ എൻ്റെ വലതുവശത്തുണ്ട്, നീ എൻ്റെ കൺമുമ്പിലുണ്ട്. എന്താണ്? സാന്നിധ്യമാണ് സന്തോഷത്തിൻ്റെ പൂർണ്ണത. ഒന്ന് പറഞ്ഞേ. സാന്നിധ്യമാണ് സന്തോഷത്തിന്റെ പൂർണ്ണത. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയുടെ പ്രാർത്ഥനയാണ്. എന്താ കാര്യം? അതൊരു നെറ്റിഫെറ്റ് സാന്നിധ്യമാണ്. നിങ്ങൾ പറയുന്ന IELTS പാസ്സായി ജർമ്മനിയിൽ പോയി വസ്തു വിറ്റു വഴി കിട്ടി എന്നൊക്കെ പറഞ്ഞത് തന്നെയില്ല. അങ്ങനെ കൊച്ചു പരിപാടികളൊന്നുമില്ല. അതൊക്കെ വലിയ പരിപാടി, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പരിപാടി തന്നെയായിരിക്കും. പക്ഷേ ദൈവം ഉദ്ദേശിക്കുമ്പോഴേ അതിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും ഇപ്പം നിങ്ങൾക്ക് എന്തുമാത്രം ദൈവാനുഗ്രഹങ്ങൾ കിട്ടിയിരിക്കുന്നത്. അന്നൊക്കെ നിങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പം ഏതാണ് ദൈവാനുഗ്രഹം കിട്ടിയത്, എന്തിനാണ് സന്തോഷം ഉണ്ടായത് പോലും ഇപ്പോൾ ഓർക്കണില്ല. സന്തോഷം പോലും മറന്നുപോയി. ശാശ്വതമായ സന്തോഷം സാന്നിധ്യത്തിൽ നിന്നുണ്ടാകുന്നതാണ്, ശാശ്വതമായ. അതുകൊണ്ട് ഉടമ്പടിയിലൂടെയാണ് ദൈവം ശാശ്വതമായ സാന്നിധ്യം വാഗ്ദാനം ചെയ്യണത്. ഇപ്പോൾ ഉടമ്പടി നിങ്ങൾ വസ്തു വിൽക്കണമെന്ന് പറഞ്ഞാൽ IELTS പാസ്സാകണമെന്ന് പറഞ്ഞാൽ എഴുതുന്നത്. പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്നത് സാന്നിധ്യമാണ്. അപ്പോൾ നിങ്ങൾ സാന്നിധ്യത്തിന് വേണ്ടിയാണ് പ്രൈമറി ആയിട്ട് നിങ്ങൾ ദൈവദൃശ്യം വെക്കുന്നുണ്ടെങ്കിൽ ദൈവം പറയും, ഇപ്പോഴും നീ ഗോട്ട് എ പോയിന്റ്, ഇപ്പം നിങ്ങൾ കറക്റ്റ് കാര്യങ്ങൾ ചെയ്തെന്ന് പറയും. എന്താ കാര്യം? സാന്നിധ്യമാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മറ്റ് കല്യാണം നടക്കുക, കുഞ്ഞുങ്ങളുണ്ടാവുക, പഠനത്തിൽ ജയിക്കുക എന്നുള്ളതെല്ലാം ടെമ്പററി സംഭവമാണ്. ദൈവം അതിനൊക്കെ വലുതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? സാന്നിധ്യമാണ്. അപ്പോൾ ഈ സാന്നിധ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ക്രേവ് ചെയ്യേണ്ടത്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഉടമ്പടി വഴി അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും വലിയ വാഗ്ദാനമായ അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞാൻ കൊതിക്കുന്നു. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിൽ ശാശ്വതമായി അനുഭവിച്ചുകൊണ്ട് സമ്പൂർണ്ണ സന്തോഷം അനുഭവിക്കുവാൻ അഭിഷേകം ചെയ്യണം. അപ്പോസ്തല പ്രവർത്തനം 2:28 എടുത്തേ. അപ്പോസ്തല പ്രവർത്തനം 2:28. ജീവന്റെ വഴികൾ പറഞ്ഞ ജീവന്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തന്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. ഇപ്പൊ സാന്നിധ്യമാണ് സന്തോഷം. ഉടമ്പടി നമ്മൾ വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സാന്നിധ്യമാണ്. കാര്യം കഴിഞ്ഞ ദിവസം ആന്റണി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സാക്ഷ്യം പറഞ്ഞു. തെക്കടശ്ശേരിക്കാരനാണ്, എൻ്റെ ഇടവക്കാരനല്ല. ഞാൻ അവിടെ 2 ഇടവക ഉണ്ട്, ലാറ്റിനുണ്ട്, സിറിയൻ കാത്തലിക്കുമാണ്. ഇപ്പോൾ സിറിയൻ കാത്തലിക്കിലൂടെ വലിയപ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞു ഇവിടെ. തൈക്കാട്ടുശ്ശേരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പാപ്പൻ ഒരു വലിയപ്പനാണ്. അപ്പന് ഹൃദയാഘാതമാണ്, 5 ബ്ലോക്കുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ എന്തോ കഴിഞ്ഞു.
പക്ഷേ എന്നിട്ടും നെഞ്ചുവേദനക്ക് മാറ്റമില്ല. വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ 5 ബ്ലോക്ക് വേറെ ഉണ്ട്. പുള്ളി പെട്ടുപോയി. ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് 5 അടി കൂടി നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആൾ ഇരിപ്പുകാരനായിപ്പോയി, വേദനയും കൊണ്ട് ഇരിപ്പുകയാണ്. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ മുമ്പിൽ ഒരു സ്വരം, ആൻ്റണി എഴുന്നേറ്റ് റോഡിലേക്ക് വരാൻ പറഞ്ഞു. ഉടനെ ആരാണെന്നറിയാൻ പറ്റില്ല, ആരില്ല, സ്വരമാണ് ഉള്ളിൽ നിന്ന് കേൾക്കണതേ. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് നടക്കാൻ പറ്റത്തില്ല, ഡോക്ടർ പറഞ്ഞിട്ട് നടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ ആൻ്റണി എഴുന്നേക്കുക എന്ന് പറഞ്ഞു. ഉടനെ പുള്ളി കട്ടറിൽ നിന്ന് എഴുന്നേറ്റ് റോഡേ വന്നു. അപ്പോൾ ഒരു 30 മീറ്ററായി. റോഡേ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കാര്യം വേദന ബ്ലോക്കുള്ള ആളാണ്. പിന്നീട് ആൻ്റണി പടിഞ്ഞോട്ട് നടക്കാൻ പറഞ്ഞു. പിന്നെ റോഡേ കൂടി പുള്ളി പടിഞ്ഞോട്ട് നടന്ന്. പടിഞ്ഞോട്ട് നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ ഇരുത്തുന്ന പാലമാണ്, വലിയ പാലമാണ്, പാലത്തിൽ കയറണം. അപ്പോൾ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളവർക്ക് പാലത്തിൽ കയറാൻ പാടല്ലേ. ആൻ്റണിനെ പാലത്തേക്ക് കയറ്റി, പാലത്തേക്ക് ഇറക്കി ആൻ്റണി നടക്കാൻ പറഞ്ഞു. ഇതെല്ലാം ഇങ്ങനെ സ്വരം കേൾക്കും, നടക്കൂ പേര് വിളിച്ചാൽ പറയണത്, ആൻ്റണി നടക്കൂ. ആൻ്റണി നടന്ന് തുറവ് കവലയെത്തി. അപ്പോൾ എത്രയായി? 5 കിലോമീറ്ററായി. വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ, 5 അടി പോരാൻ പറ്റാത്ത ആള് പേര് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് 5 കിലോമീറ്റർ നടത്തി തിരിച്ചു കൊണ്ടുവന്നാക്കി. ശ്രുതികടല്ലേ. ഇത് ഉടമ്പടിക്കേ പറ്റത്തുള്ളൂ. കാര്യം എന്താണ്? ഈ ഉടമ്പടി മാത്രമേ പാക്കേജ് ഉള്ളൂ. എന്താണ്? ഞാൻ നിന്റെ കൂടെ, I'll come with you wherever you go. അല്ലേ? നമ്മൾ ജോഷുവ 1:9 വായിക്കണല്ലേ? വായിച്ച ജോഷുവ 1:9 നിന്റെ ദൈവമായ കർത്താവ് പറഞ്ഞ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. കൈയടിച്ച് കർത്താവ് ശ്രദ്ധിക്കട്ടെ. ഇതുപോലൊരു വചനമാണ് മോസസിനോട് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ഉടമ്പടിയുടെ ആണി വചനങ്ങളാണ്. 33:14 പുറപ്പാട് പുസ്തകം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. പുറപ്പാട് 33:14 കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ആശ്വാസം മാത്രമല്ലേ, ധൈര്യം നൽകും, എല്ലാ തരത്തിലും സന്ധിക്കും. അതായത് എൻ്റെ മക്കൾ എന്തിനാ ഞാൻ ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും ആൾക്കാർ ഉടമ്പടിയുടെ യഥാർത്ഥ കേന്ദ്രത്തിൽ ചെന്നിട്ടില്ല. ഇന്ത്യ വരെ, ആഗ്ര വരെ ചെന്നിട്ട് താജ്മഹൽ കണ്ട് പോകുന്ന പോലെ വരെ ആൾക്കാർ ചെയ്യിക്കുന്നത്. അപ്പുറത്ത് ഡൽഹി ഉണ്ടല്ലോ, തലസ്ഥാനത്ത് പോയിട്ടില്ല ആൾക്കാർ എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവം. ഉടമ്പടിയുടെ കേന്ദ്രം എന്ന് പറയുന്നത് സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൊതി എന്താണെന്നറിയാവുന്ന, നമ്മുടെ കൂടെ സഞ്ചരിക്കുക, ജീവിക്കുക, സാന്നിധ്യം നൽകുകയാണ് ചെയ്യണത്. ബാക്കിയെല്ലാം അതാണ് ലക്ഷ്യം ദൈവത്തിൻ്റെ. നിൻ്റെ പ്രശ്നങ്ങളെല്ലാം ദൈവത്തിൻ്റെ മാർഗമാണ്. ദൈവത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിൻ്റെ കൂടെ, എൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം നീ അതിന് പ്രാധാന്യം കൊടുത്താണ് ഉടമ്പടിയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കർത്താവേ നീ എന്നെ വിട്ടു പിരിഞ്ഞു പോകരുത്, എൻ്റെ കൂടെ ഉണ്ടാകണം. അമ്മ മാതാവ് വഴി ഈശോ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സുബ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. യൂട്യൂബ് വഴിയാണ് കൃപാസനത്തിനെക്കുറിച്ച് എനിക്ക് ആദ്യം ഞാൻ കണ്ടത്. 2020 നവംബർ 5 എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയായിരുന്നു. അതിനുശേഷം ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു, ഡിപ്രഷൻ പോലെ. എനിക്ക് എൻ്റെ മൈൻഡ് എൻ്റെ കൺട്രോളിൽ നിൽക്കാത്തൊരവസ്ഥയായിരുന്നു. എനിക്ക് ഉറക്കമൊന്നും കിട്ടാറില്ല. 4-5 ദിവസം ഞാൻ ഉറങ്ങാറില്ലായിരുന്നു. എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞിട്ട് വല്ലാത്തൊരവസ്ഥ, എൻ്റെ മൈൻഡ് എൻ്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഫോട്ടോസ് യൂട്യൂബിൽ കണ്ടപ്പോൾ കൃപാസന മാതാവിൻ്റെ വീഡിയോസും ഫോട്ടോയൊക്കെ കണ്ടു. ഞാൻ ആ ലിങ്ക് ഓപ്പൺ ചെയ്തു. ഞാൻ കൃപാസനത്തിൽ കൂടുതൽ വീഡിയോസും സാക്ഷ്യങ്ങളും ഒക്കെ കണ്ടു. ഞാൻ കൃപാസനത്തിൽ വന്നു. ആദ്യം ഞാൻ വന്ന സമയത്ത് ലോക്ക്ഡൗൺ ആയിരുന്നു. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. അതിനുശേഷം കൃപാസനത്തിൽ നേരിട്ട് വന്ന് ഞാൻ അമ്മയുടെ നടയിൽ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ എനിക്ക് അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊരു ബോധ്യം കിട്ടിത്തുടങ്ങി. പല സന്ദർഭങ്ങളിലും എനിക്കത് അമ്മ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മുല്ലപ്പൂവിൻ്റെ മണം ഞാൻ അറിഞ്ഞു തുടങ്ങിയായിരുന്നു. അതുപോലെ ഞാൻ മുറിക്കുള്ളിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങാത്ത എൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. പക്ഷേ ഞാൻ എല്ലാ ആഴ്ചയും ഞാൻ കൃപാസനത്തിൽ വന്നു തുടങ്ങി. എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നൊരു ശക്തി, ഞാൻ തീരെ അവശയായിരുന്നു, ഞാൻ ശക്തിപ്പെടണമെന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങിയായിരുന്നു. അതോടെ ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എന്നെ ശക്തിപ്പെടുത്തിയതിൽ. എനിക്ക് 4 മക്കളുണ്ട്. എനിക്ക് ഹസ്ബൻഡിൻ്റെ മരണത്തിന് ശേഷം എനിക്ക് എൻ്റെ മക്കളെ കാര്യങ്ങളൊന്നും നോക്കാനുള്ള ഒരു ഇതല്ലായിരുന്നു, വല്ലാത്തൊരവസ്ഥയായിരുന്നു. മാതാവ് എന്നെ ഇവിടെ എത്തിച്ചു, എന്നെ ശക്തിപ്പെടുത്തി, എൻ്റെ കൂടെ തന്നെ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയ്ക്ക് ഞാൻ അതിന് നന്ദി പറയുന്നു. രണ്ടാമത്തത്,
രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ വച്ചിരിക്കുന്നത് ഞങ്ങളുടെ 2 വസ്തുക്കളുടെ പ്രമാണം കളഞ്ഞു പോയായിരുന്നു. എവിടെയാണെന്ന് ഞാൻ ഒരുപാട് സ്ഥലം നോക്കിയിട്ടും കിട്ടിയില്ല. ഹസ്ബൻഡിൻ്റെ പേരിലായതുകൊണ്ട് അത് വീണ്ടും പിന്നെ എടുക്കാൻ വേണ്ടി ഒരുപാട് പേപ്പർ വേണമെന്ന് അവർ പറഞ്ഞു. എനിക്ക് അതിനൊന്നും പോകാനുള്ളൊരു മാനസികാവസ്ഥയില്ലായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് ഇതിനൊന്നും പോകാൻ വയ്യ, അമ്മ തന്നെ അത് ശരിയാക്കി തരണമെന്ന് പറഞ്ഞായിരുന്നു. അത് ഒരുപാട് സ്ഥലത്ത് നോക്കാത്ത പ്രമാണം എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്ന് ഒരെണ്ണം കിട്ടി. രണ്ടാമത്തത് ആധാരം ഓഫീസിൽ നിന്ന് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു ഞങ്ങളത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അത് ശരിയാക്കി. അതിലൊരു 10.25 സെൻറ്റ് സ്ഥലം ഞങ്ങൾ പോലും അറിയാതെ അതിൽ കിടന്നതായിരുന്നു. അതും കൂടെ അവർ കണ്ടുപിടിച്ചു. അതിൻ്റെ പട്ടയവും ശരിയാക്കി തന്നായിരുന്നു. പിന്നെ മൂന്നാമത്തെ നിയോഗം എൻ്റെ അച്ഛൻ്റെ മദ്യപാനമായിരുന്നു. 40 വർഷമായി അച്ഛന് മദ്യപാനശീലം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചതോടെ അത് ശകലം കൂടി, വിഷമം കൊണ്ടാണ്. അതും ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ മുന്നിൽ പറഞ്ഞു. അതും ഞാനൊരു നിയോഗമായിട്ട് വെച്ചിരുന്നു. ഇവിടെ ഞാനത് ഉടമ്പടി 3 മാസം പൂർത്തിയാക്കി പിറ്റേ ദിവസം തന്നെ അച്ഛൻ അത് ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു, ഞാൻ ഇനി മദ്യപിക്കത്തുന്നില്ല. അതും അമ്മയുടെ വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഉള്ളത് എൻ്റെ മോൻ എൻ്റെ ഏറ്റവും ഇളയ മോൻ ഹൈറ്റിൽ നിന്ന്, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴെ വീണായിരുന്നു. വെള്ളത്തിൽ സ്ലിപ്പായി താഴെ വീണായിരുന്നു. താഴെ വീണ് ശരിക്കും ഞാൻ പേടിച്ച് പോയി. എൻ്റെ ഹസ്ബൻഡ് ഈ സംഭവത്തിന് ശേഷമാണ് എൻ്റെ മോനും അത് വീണത്. ഞാൻ വല്ലാതെ പേടിച്ചു പോയായിരുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ട്രിവാൻഡ്രത്ത് കിംസിലാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയി മോനെ എമർജൻസിയിൽ കിടത്തിയ ഉടനെ ഞാൻ പെട്ടെന്ന് വീട്ടിൽ വന്ന് മാതാവിൻ്റെ ഉടമ്പടി തൈലവും അതേപോലെ കാശുരൂപം, മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ കൊണ്ടുപോയി. ഞാൻ പെട്ടെന്ന് വീട്ടിൽ വന്നിട്ട് എനിക്ക് ഡോക്ടർമാർക്കാട്ടിയും വിശ്വാസം മാതാവിലായിരുന്നു. ഞാൻ പെട്ടെന്ന് അവിടത്തൊക്കെ പോയി എടുത്ത് ഉടമ്പടി തൈലവും എൻ്റെ മോൻ്റെ തലയിൽ ഒരുപാട് ഞാൻ വീഴ്ത്തി, തേൻ കുടിപ്പിച്ചു. അതുപോലെ ഫോട്ടോയും ഒക്കെ ഞാൻ മാതാവിൻ്റെ അവൻ്റെ തലോണിയുടെ അടിയിൽ വെച്ച് കൊടുത്തായിരുന്നു. അന്ന് കൊറോണ ടൈമിൽ ആ ഹോസ്പിറ്റലിൽ ഏകദേശം ഒരു 24 കുട്ടികൾ വരെ വീണെന്നാണ് അവർ പറഞ്ഞത്. അതിൽ എൻ്റെ മോൻ ഒരു കുഴപ്പവും പറ്റിയില്ല. ദിവസവും MRI CT സ്കാനിങ് ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ മോൻ ചെറുതായുണ്ട്. ഈ സ്കാനിങ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്നെയും കൂടെ അകത്ത് നിർത്തുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ മാതാവിൻ്റെ ലോക്കറ്റ് മോൻ്റെ ഇവിടെ തലയുടെ അവിടെ ഇങ്ങനെ ശരിക്കും വെച്ചായിരുന്നു. അപ്പോൾ ഇത്രയും ഹൈറ്റിൽ നിന്ന് വീണ്, അതായത് 10 അടി കൂടുതലുണ്ടായിരുന്നു. ഈ കൂർത്ത ഇൻ്റർലോക്ക് കല്ലും കൂടെ ആയിരുന്നു. തല ബാക്ക് ഇടിച്ചാണ് വീണത്. എന്തോ പറ്റിയെന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ അമ്മ മാതാവ് അതും രക്ഷിച്ചു. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി ഇത്രയും ചെയ്തിരുന്ന അമ്മ മാതാവിന് ഒരുപാട് നന്ദി ഈശോയ്ക്കും. അതുപോലെ ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ പ്രദക്ഷീകരണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും മുടക്കാതെ ചൊല്ലാറുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനവും അത് മുടക്കാറില്ല. ഞാൻ ഇവിടെ എല്ലാ ആഴ്ചയും വരണ സമയത്തും ഒരു 5-6 കെട്ട് പത്രമെങ്കിലും ഞാൻ വാങ്ങി ഞാൻ ഇവിടുന്ന് വീട്ടിലെത്തുന്ന സമയത്ത് ഏകദേശം 6 മണിയെങ്കിലും ആവും. അതുകൊണ്ട് ഞാൻ പിറ്റേന്ന് രാവിലെ 10 മണിക്കകത്ത് തന്നെ ഈ 6-7 കെട്ട് പത്രവും ഞാൻ മിക്കവാറും ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെയാണ് കൊണ്ടുചെന്ന് കൊടുക്കാറുള്ളത്. അത് മൊത്തം ഞാൻ കൊടുത്ത് തീർക്കും. അതുപോലെ ഞാൻ അതുപോലെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ വസ്ത്രങ്ങൾ ഞാൻ മിക്കവാറും കൃപാസനത്തിൽ തന്നെയാണ് കൊടുക്കാറുള്ളത്. അല്ലാതെ എനിക്ക് പുറത്താരെ അങ്ങനെ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വന്ന് കൊടുക്കാറുണ്ട് വസ്ത്രങ്ങളൊക്കെ കൊണ്ട്. അതുപോലെ എൻ്റെ മോൾക്ക് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ചെറുതായിട്ട് ഒരു ഇതുപോലെ വന്നായിരുന്നു. അപ്പോൾ ഞാൻ ജപമാല റാലിക്ക് പങ്കെടുത്തപ്പോൾ ഞാനും മോളും ഉണ്ടായിരുന്നു. അതിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ ഒക്ടോബർ മാസത്തിലെ ജപമാല ഞാൻ കൃത്യമായിട്ടും ഞാനും മോളും നിന്ന് ജപമാല ചെയ്യാറുണ്ടായിരുന്നു. 30-ാം തീയതി ജപമാല തീരണ പിറ്റേ ദിവസം തന്നെ മോളുടെ സംസാരം നല്ല ക്ലിയറായിട്ട് സംസാരിച്ചായിരുന്നു അവൾ. അതുപോലെ ജപമാല റാലിയുടെ ഈ അച്ഛൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാനത് എല്ലാവർക്കും ഷെയർ ചെയ്തതിന് ശേഷം ഞാനത് ആ ഒരു പേപ്പർ ഞാൻ 500 പേപ്പർ അച്ചടിച്ച് ഹോസ്പിറ്റലോറും കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. ജപമാല റാലിക്ക് എല്ലാവരും പങ്കെടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ മെഡിക്കൽ കോളേജ് ഞങ്ങൾ അവിടുത്തെ ഉള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഞാൻ ഇറങ്ങി കൊടുക്കാറുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കണം മാതാവ് മോളുടെ സംസാരമൊക്കെ നല്ല ക്ലിയറാക്കി തന്നു. പിന്നെ ഒരു കാര്യം വിട്ടുപോയത്, ഞങ്ങൾക്കിവിടെ ആലുവയിൽ ഒരു വില്ല ഉണ്ടായിരുന്നു, പെരിയാറിൻ്റെ അടുത്താണ്. അപ്പോൾ ഞങ്ങളത് കുറച്ച് പൈസ കൂടുതൽ കൊടുത്താണ് എൻ്റെ ഹസ്ബൻഡ് അത് വാങ്ങിയായിരുന്നു.
അപ്പോൾ ഇപ്പോൾ ഒരു 2 മാസത്തിന് മുന്നേ നമ്മളത് കര അടയ്ക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ വില്ലയ്ക്ക് കര അടച്ചു തരാൻ പറ്റത്തില്ല, അത് ഞങ്ങളുടെ വില്ലയും വേറെ ഒരു 8-10 വില്ലയും പുറമ്പോക്കാണെന്ന് പറഞ്ഞായിരുന്നു. വില്ലേജ് ഓഫീസ് ഞാനും മോനും കൂടെ പോയപ്പോഴാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഒട്ടും പേടി തോന്നിയില്ല. ഞാൻ അച്ഛൻ്റെ ടോക്കൊക്കെ ഇഷ്ടംപോലെ കേൾക്കാറുണ്ടായിരുന്നു. വില്ലേജ് ഓഫീസറല്ല കർത്താവെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതുമാണ്. എനിക്ക് ഒട്ടും ധൈര്യം തോന്നില്ല. മോൻ പറഞ്ഞായിരുന്നു ഇനിയിപ്പോൾ എന്ത്, ഞാൻ പറഞ്ഞു നീ പേടിക്കണ്ട, എന്തായാലും മാതാവ് അത് ശരിയാക്കി തരും, ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളതല്ലേ. ഞാൻ വീട്ടിൽ വന്ന് മാതാവിൻ്റെ ഫോട്ടോയിൽ നോക്കി പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ വന്നും പ്രാർത്ഥിച്ചായിരുന്നു. ഞാനത് പ്രാർത്ഥിച്ച് 2 ദിവസത്തിനകം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു, എൻ്റെ അച്ഛൻ പുള്ളിയെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇതുപോലെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞായിരുന്നു പേടിക്കേണ്ട, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി അയാൾ ശരിയാക്കി തന്നു. ഇപ്പം വില്ലയ്ക്ക് 2 വർഷത്തെ കാര്യം ഒരുമിച്ച് അടച്ച് ഇപ്പം വേറെ ഒരു പ്രശ്നമില്ല. ഇത്രയും സഹായം എനിക്ക് ചെയ്തു തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ഇനിയും ഞാൻ ഉടമ്പടിയിൽ നിയോഗങ്ങൾ വച്ചിട്ടുണ്ട്. അതും ഇതുപോലെ അമ്മ എന്നെ ഇവിടെ ഒന്ന് സാക്ഷിയാക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്.